ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല നാടൻ ചേമ്പ് കറിയാണ് കേട്ടോ. 2-3 ദിവസം ഇത് വാങ്ങി വെച്ചിട്ട് മീൻകറിയൊക്കെ ഉള്ളതുകൊണ്ട് ഇതിന് വലിയ ഡിമാൻഡ് ഉണ്ടായില്ലട്ടാ. അപ്പൊ ഇന്ന് ഇതുകൊണ്ട് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് മമ്മി പറഞ്ഞത് ചേമ്പും ചെമ്പീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഒഴിച്ചെറി ഉണ്ടാക്കാന്ന്. അതാകുമ്പോ പിന്നെ വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലാന്ന്. അപ്പൊ കുനുകുന അരിഞ്ഞ ചേമ്പിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പിടുക, പിന്നെ 2 കഷ്ണം പച്ചമുളക് അരിഞ്ഞിടുക, പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച ചെമ്മീൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാട്ടാ. ഒരു വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുക്കണ്ടട്ടാ. ഇത് നിങ്ങൾക്ക് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ഇട്ടാൽ മതിയെ. ഇനി നമുക്ക് അടച്ചു വെക്കാം. ഇനി അരപ്പിനുള്ള ഐറ്റംസ് ഉണ്ടാക്കട്ടെ. ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തേക്കണത്. തേങ്ങ, പച്ചമുളക്, ജീരകം, വേപ്പിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ചേമ്പ് വെന്തുവരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കട്ടിയായിട്ടുള്ള നമ്മുടെ അരപ്പിട്ട് കൊടുക്കാട്ടെ. മമ്മിയുടെ പണ്ടത്തെ കാലത്തിലേക്ക് ഒന്ന് പോയി. പിന്നെ നമുക്ക് നിറയെ ചുവന്നുള്ളിലേക്ക് ഇട്ട് താളിച്ചെടുക്കാട്ടെ. ആ നല്ല കുറുകിയ ചാറിലേക്ക് ഈ ഉള്ളിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. കാണുമ്പോ തന്നെ കൊതിയാവണം. ഇനി നമുക്ക് ചൂടോടുകൂടി കഴിക്കാട്ടെ. നല്ല കുത്തരി ചോറും നമ്മുടെ ചേമ്പ് ഒഴിച്ചു കറി. ആഹാ, അടിപൊളി ഐറ്റം തന്നെയാണ്. ഒരു പ്രാവശ്യങ്ങൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണോട്ടാ. എല്ലാവർക്കും എന്താണെങ്കിലും ഇഷ്ടപ്പെടും. ആ ചേമ്പും ചെമ്മീന്റെ കഷ്ണമൊക്കെ ചോറിലേക്കിട്ട് നമുക്കൊരു പിടി പിടിക്കാട്ടാ. എനിക്ക് ഇങ്ങനത്തെ കറികളൊക്കെ പ്രത്യേക ഇഷ്ടമാണ് കേട്ടാ. പിന്നെന്താ, നമുക്ക് ചൂടോടുകൂടി അങ്ങനെ കഴിക്കാം. ആർത്തി മുതോണ്ട് എന്റെ കൈയും വായൊക്കെ പൊള്ളിയിട്ട് ആ ചേമ്പ് വായിലോട്ട് വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് അലിഞ്ഞു പോകും. വെറുതെ അല്ല മമ്മി പറഞ്ഞത് ഈ കറിയാണെങ്കിൽ വേറൊരു കറിയും വേണ്ടെന്ന്. അത്രക്ക് ടേസ്റ്റ് ആണ് സംഭവം. പണ്ട് ഈ കറിയൊക്കെ അമ്മ ഉണ്ടാക്കി തരുമ്പോ ഞാനാണ് പിന്നെയും കഴിക്കുള്ളൂ. അനിയത്തിക്ക് തൊട്ട് ഇഷ്ടമല്ലട്ടാ. പക്ഷെ ഇപ്പൊ ആണെങ്കിൽ ഇങ്ങനത്തെ കറികളോടൊക്കെ പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് അറിയിക്കാം. അപ്പൊ ഓക്കെ.